നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇന്ന് ഈ ന്യൂ മൂൺ, അമാവാസിയും സോളാർ എക്ലിപ്സും സൂര്യഗ്രഹണവും ഒക്കെ കഴിഞ്ഞിട്ട് എനർജി നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇന്നലത്തെ ദിവസം എനർജി നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഓക്കെ, അതായത് നിങ്ങൾ പേഴ്സണുമായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ, കറണ്ട് ഫീലിങ്സ് എന്ന് എടുക്കാം. ഓക്കെ, ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ജസ്റ്റ് ഇന്നലെ ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ഇല്ലയോ നമുക്ക് അറിയില്ല, നോക്കാം നമുക്ക് കാർഡ് കിട്ടുന്ന പോലെ. ഓക്കെ, ജസ്റ്റ് നമുക്ക് പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഗൈഡൻസ്. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, ടെമ്പറൻസ് ഉണ്ട് ഇവിടെ. ഓ, ഏസ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് സോർഡ്സ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഫൈവ് സോർട്സ് ഉണ്ട് ഇവിടെ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഇന്നലത്തെ എനർജിയിലായിരിക്കാം നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നത്, അല്ലെങ്കിൽ ഓൾറെഡി പാസ്റ്റിൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ല. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവരെങ്ങനെയെങ്കിലും സിറ്റുവേഷനെ നല്ല രീതിയിൽ ബാലൻസ് ആക്കി കൊണ്ടുപോകണം എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ്. സോ ഒരു പുതിയ തുടക്കം എന്ന രീതിക്കാണ്. ആക്ച്വലി കുറേ പേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ടൈം നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. ലവേഴ്സ് കാർഡും ഏസ് ഓഫ് വാൻസും കൂടി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇത് ഈ ഒരു കാർഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, സ്പിരിച്വൽ കാര്യങ്ങൾ പറയാം, അതൊക്കെ പറയും, തേർഡ് പാർട്ടി എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അതല്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ അട്രാക്റ്റീവായിട്ട് കരുതുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് ആണ് എന്നവർക്ക് തോന്നുന്നു. അതായത് നിങ്ങൾ കാര്യങ്ങൾ അവർ പറയാത്തത് പോലും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ഓക്കെ, അവർക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട് അങ്ങനെ എന്ന്. ഓക്കെ, അവരെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്, ലൈക്ക് നടക്കുന്ന മുൻപോ, അല്ലെങ്കിൽ ലൈക്ക് അവർ പറയാതെ പോലും നിങ്ങൾ പലതും മനസ്സിലാക്കും എന്നൊക്കെ രീതിയിൽ അവർക്കൊരു തോന്നലുണ്ട്. ആൻഡ് അത് ഒരു അട്രാക്റ്റീവ് ഇതായിട്ടാണ് അവർ കരുതുന്നത്. അതായത് അവർക്കൊരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നും നിങ്ങളെ. വളരെ ഇതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയേ എന്നുള്ള ആ ഒരു ചിന്ത. ഓക്കെ, അത് മാത്രമല്ല മേ ബി ചിലവർക്ക് കാണാൻ വളരെയധികം ലൈക്ക് ആ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു എന്ന രീതിക്കും പറയാം. കാരണം ഡേയ്സ് ഓഫ് മന്ത്സും ഇതൊക്കെ വന്നുകൊണ്ടാണ്. സോ നിങ്ങളോട് അവർക്ക് ആ ഒരു പാഷനേറ്റ് ആയിട്ടൊരു ഫീലിംഗ്, ഇപ്പോൾ ഈ ന്യൂ മൂൺ എനർജി, ഈ ഒരു അമാവാസിയുടെ എനർജി നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലത്തെ ദിവസത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇന്നലെ അവർക്ക് മേ ബി രാത്രി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഉടക്കം വന്നിട്ടുണ്ടാവാം. ബട്ട് എന്നാലും അവർ ചിന്തിച്ചത് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വന്നൊന്ന് മെസ്സേജ് ചെയ്യണം, ശരിയാക്കണം, നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അവർക്ക് വേഗം വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ലൈക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, വേഗം വന്ന് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഫോർ ഓഫ് വാൻസ് അവർക്ക് നിങ്ങൾ തമ്മിൽ സ്റ്റെബിലിറ്റി വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. ചിലവർക്ക് മാരേജ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവരിലേക്ക് മനസ്സിൽ അവർക്ക് ഡ്രീം പറഞ്ഞ പോലെ ലൈക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ അവരുടെ മനസ്സിൽ ചിന്ത എന്ന് പറയാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ടൊരു സ്റ്റേബിലിറ്റി വരണം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിളായി കിട്ടിയെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അത് പക്ഷെ അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ നിങ്ങൾ തമ്മിൽ ബെറ്റർ ആക്കാൻ പറഞ്ഞു. ആൻഡ് വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, സ്നേഹത്തോടെയാണ് ചിന്തിക്കുന്നത്, റൊമാൻറ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും ഓക്കെ, നമ്മൾ പറയില്ലേ, എത്ര നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടാലും ആ സ്നേഹം മനസ്സിൽ നമ്മൾ പറയില്ലേ, ആ സ്നേഹത്തോടെയുള്ള ദേഷ്യപ്പെടല്ലേ എന്ന് പറയില്ലേ, ആ രീതിക്കുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ
വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ മാരേജ് കാർഡ് അടക്കമുണ്ട്. സോ സ്റ്റെബിലിറ്റി എന്ന് പറയാം, നമുക്ക് അത്ര പറയാം. ഓക്കെ, ചാരിയറ്റ്. ഓക്കെ, കണ്ടു, ഏസ് ഓഫ് സോർഡ്സ്, 7 of Pentacles, Page of Wands, 9 of Swords. ഞാൻ പറഞ്ഞില്ലേ രാത്രി നേരത്തെ തോട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവര് രാത്രി ലൈക്ക് ഇപ്പം ഇന്നലത്തെ ദിവസം എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഇന്നലത്തെ എനർജിയാണ് ഞാൻ കൂടുതൽ പിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഇന്നലെ രാത്രി എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ പേഴ്സൺ രാത്രി ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് വിഷുണ്ട് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ബെറ്റർ ആവണം, നിങ്ങളുമായിട്ട് ശരിയാവണം, നിങ്ങൾ അവരുടെ ഒരു ആഗ്രഹമാണ് എന്ന് തന്നെയാണ്. ആൻഡ് രാത്രി നേരം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ രാത്രി പക്ഷെ അവർക്ക് നിങ്ങളെ ഓർത്ത് അവർ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ ഓർത്ത് അവർക്ക് വളരെ സ്ട്രെസ് ആയിട്ടുണ്ട്, ടെൻഷൻ ആയിട്ടുണ്ട്. അവർക്ക് ഒരു ഉറക്കം പോലും ശരിയായിട്ടില്ല എന്ന് പറയാം, ശരിക്കും ഉറങ്ങിയിട്ടില്ല. മേ ബി ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ട് ഉള്ള ഫീലിംഗും ഉണ്ട് ഒരു ഭാഗത്ത്, പക്ഷേ സെയിം ടൈം നിങ്ങൾ തമ്മിൽ ആ പ്രശ്നം വന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ടെൻഷനും ഉണ്ട്. എന്നിട്ട് എന്തോ അവർക്ക് നിങ്ങൾ വിട്ടുപോകുക എന്നുള്ള പേടിയായിരിക്കാം ചിലപ്പോൾ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോ മേ ബി നിങ്ങൾ വിട്ടുപോകുക എന്നുള്ളൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരണം എന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ, നിങ്ങളെ എങ്ങനെ ലൈക്ക് ഇത്രയും ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ അത്രയും അവരുള്ളിൽ ആ സ്നേഹം എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ കാണാൻ വരണം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഏസ് ഓഫ് വാൻസിൻ്റെ താഴെയാണ് ഏസ് ഓഫ് സോൾസ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. വന്ന് ചിലപ്പോൾ നിങ്ങളടുത്ത് ചീത്ത പറഞ്ഞ് ദേഷ്യപ്പെട്ട് വലുതൊക്കെ പറയുമായിരിക്കും. ബട്ട് എന്നാലും അവിടെ അതാ സ്നേഹം കൊണ്ടാണ്. അവരുടെ സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് ഇത് എന്താ പറയുക, 7 of Pentacles അവർ എപ്പോഴാണ് ഇതിനൊന്ന് ഒരു ശരിയാവുക, അതോ എപ്പോഴാണൊന്ന് ബെറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഈ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആവുക, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് എപ്പോൾ വരും എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആക്ച്വലി 2 കാർഡും ഏസ് ആണ് വന്നിരിക്കുന്നത്. സോ ആക്ഷൻ എടുക്കുന്ന കാര്യം കൂടി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചാരിയറ്റ് ആൻഡ് ഏസും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ശ്രമിക്കും. ഓക്കെ, മേ ബി നല്ല ചിലവർ വന്നിട്ടുണ്ടാവാം, നിങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവാം. അല്ലാത്തവർക്ക് അവർ ഈ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്തത് വേഗം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ്. ആൻഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ചാൻസസ് ഉണ്ട് ഇനി ഫ്യൂച്ചറിലേക്കായാലും. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് ചാൻസസ് വളരെ കൂടുതലാണ്. അവർ ആക്ഷൻ എടുക്കുന്ന കാര്യമാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുമെന്ന് പറയാം. ഓക്കെ, പക്ഷേ അവർക്ക് ഈ ഗ്രോത്ത് കാണുന്നില്ല. അവർക്കൊരു ടെൻഷൻ ഉണ്ട്. ദാറ്റ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ്. ഓക്കെ, എന്താണ് ഇതിൽ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ അവർ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്. ആൻഡ് ഈ പേജ് ഓഫ് വാൻസ് ആണ് ഇവിടെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അവർ നല്ലൊരു ബോൾഡായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൻസും ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. ആക്ച്വലി ഇതും കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മേ ബി അവർക്ക് തുറന്ന് അങ്ങനെ ഒരുപാട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അവരുടെ മനസ്സിലുള്ളത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് തുറന്ന് പറയാൻ സാധിക്കാത്തവർ. അവർ പക്ഷെ അത് ഓർത്തോർത്ത് അവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിന് ഇവിടെ 10 of Pentacles ഉണ്ട്, ഹാങ്മാൻ ഉണ്ട്, 8 of Wands അഗൈൻ കമ്മ്യൂണിക്കേഷൻ കണ്ടോ. ഓക്കെ, വേറെ എന്താണ് അവർക്ക് ഇപ്പോൾ സിറ്റുവേഷനിൽ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ. വേറെന്ത് കാർഡ്സാണ് നമുക്ക് കിട്ടാൻ നോക്കാം കുറച്ചുകൂടി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്ന പേഴ്സണിനെ കുറിച്ച് എനിക്കാണെങ്കിൽ ഓക്കെ വേണ്ട ഞാൻ ആയിട്ട് റെഡിയല്ല. ഓക്കെ, നിങ്ങൾ പേഴ്സണിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? എംപറർ, ഞാൻ 2 of Swords. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോ ആണെന്നാണ്. വളരെ ഈഗോയിസ്റ്റിക് ആണ്, അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ന രീതിക്കൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ, നിങ്ങളുടെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവർക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഭയങ്കര ഈഗോ ആണ്, ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, കാർഡ് ജനറലായിട്ട് ഫുൾ കിങ് ഓഫ് സോർഡ്സ്. നിങ്ങൾ തമ്മിൽ ഫൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടൊരു പുതിയ തുടക്കം വേണം എന്ന രീതിക്കാണ്. പക്ഷെ ഐ തിങ്ക് നിങ്ങളും ഒരു ഇപ്പോഴത്തെ എനർജിയിൽ ഐ തിങ്ക് നിങ്ങളുടെ എനർജിയാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന പോലെ. അതാണ് ഞാൻ നേരത്തെ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ ഇമോഷണൽ ആയിട്ടുണ്ടാവും. കാരണം നിങ്ങളെയും അഫക്റ്റ് ചെയ്യും അല്ലേ, നിങ്ങളെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ന്യൂ മൂൺ അമാവാസി എനർജി.
ഓക്കെ, ഇവിടെ നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ കാർഡ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങളും ഒരു ദേഷ്യത്തിൻ്റെ ഒരു ഇതിലാണ്. മേ ബി പേഴ്സൺ ആയിരിക്കാം, നിങ്ങളായിരിക്കാം, രണ്ടുപേരും. ഓക്കെ, ലെറ്റ് സി ഫ്യൂച്ചർ എന്താവും നോക്കാം നിങ്ങളുടെ. ഓക്കെ, ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൻ്റെ ഓക്കെ മജീഷ്യൻ. ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഇവിടെ എനിക്ക് കാണുന്നത് കുറച്ചൊരു സ്റ്റാഗ്നന്റ് പീരീഡ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ. ഓക്കെ, ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവാം ഇവിടെ. ഓക്കെ, വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, 2 ഓഫ് കപ്സ് ആണ് ഇവിടെ. ഞാൻ 7 ഓഫ് വോൺസ് ഉണ്ട്. 7 ഓഫ് വോൺസ് പറയുമ്പോൾ ഇവിടെ ഒരു തരത്തിൽ എനിക്ക് കുറച്ച് ഡിഫെൻസീവ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ റിലേഷൻ ഡിഫെൻസീവ് ആയിരിക്കാം, നിങ്ങളും ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം. ഐ തിങ്ക് നിങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ ഐ തിങ്ക് സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയില്ലേ, നമ്മൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഹാർഷായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അത് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളും ചിലപ്പോൾ അതേപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു എനർജി കാരണം ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ബ്രേക്കോ സെപ്പറേഷനോ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. സോൾമേറ്റ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ എനർജിയാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഞാനത് പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്ക് ചാടി വന്നാണ്, അതുകൊണ്ട് എടുക്കുന്നില്ല. ലെറ്റ്സ് സീ ഫ്യൂച്ചർ നമുക്ക് എന്താ കാണുന്നത്? പേജ് ഓഫ് സോർഡ്സ്, 2 ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. കുറച്ച് സൈലൻസ് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ഓക്കെ, ഐ തിങ്ക് ഒരു ലേശം കമ്മ്യൂണിക്കേഷൻ ഡിലേ വന്നേക്കാം. ഓക്കെ, കുറച്ച് സൈലൻസ് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ. ഐ തിങ്ക് അവർ പക്ഷേ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ പേഴ്സണിനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, അവരും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. ഇവിടെ കുറച്ചൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്, മൈൻഡിലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ബട്ട് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒരു ചെറിയ മേ ബി കുറച്ച് സെപ്പറേഷനോ, ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് അഡ്വൈസ് ആയിട്ട് പറയാം. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളെ കൂടുതലൊന്നും പറയാൻ പോകണ്ട. ഓക്കെ, പേഴ്സൺ വന്നോളും. എനിക്ക് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ എനർജി ഉള്ളത്. അവർക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരണം എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ ഫീലിങ്സ് അവർക്ക് ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളോട്, അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ആൻഡ് നമുക്ക് ഏസ് ഇപ്പോൾ 3 എണ്ണമാണ് ഇവിടെ ഏസ് വന്നത്. എനിക്ക് റീഡിങ്ങിൽ ഓൾറെഡി 3 ഏസ് വന്നു കഴിഞ്ഞു. സോ ഫീലിങ്സിൻ്റെ ഇതിലൊന്നും ഇതില്ല. പക്ഷേ ഐ തിങ്ക് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കോൺഫ്ലിക്റ്റോ എന്തോ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അവസാനം മടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്തത്. എന്ത് തന്നെയായാലും ഐ തിങ്ക് യെസ്, നിങ്ങളും ഒരു ഫൈറ്റിംഗ് മോഡാണ് എനിക്ക് കാണുന്നത്. രണ്ടുപേരും തമ്മിൽ പരസ്പരം നിങ്ങൾ സംസാരിച്ച് ചെറിയൊരു വഴക്കോ ഇതോ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സംസാരത്തിൽ കൺഫ്യൂഷൻ, ഇത് സംസാരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ വന്നത് ഐ തിങ്ക് ചെറിയ ഒരു നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ച് കാണാം. സോ അതൊന്ന് സോൾവ് ആയി വരും. ഓക്കെ, സോൾവ് ആവും എന്ന് കാണുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് സക്സസ് എല്ലാം കാണുന്നുണ്ട്. 6 വന്നിട്ടുണ്ട്, വേൾഡ് കാർഡ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിന്യൂവൽ ഉണ്ടാവും. ഓക്കെ, റിന്യൂവൽ ഉണ്ടാവും, വിട്ടൊന്നും പോവില്ല പേഴ്സൺ. ഓക്കെ, പക്ഷെ ഒരു ചെറിയ സെപ്പറേഷൻ്റെ സമയം മേ ബി നിങ്ങൾ ഗോ ത്രൂ ചെയ്തേക്കാം ഇപ്പോഴത്തെ എനർജിയിലായിരുന്നു. ഓർ മേ ബി അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും അവർ സൈലൻ്റ് ആയിരിക്കാം. സോ വിട്ടേക്കാം. ഓക്കെ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു മാപ്പ് പറയാം. അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ കുറച്ചൊന്ന് ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവർ വരട്ടെ, എനർജി ഒന്ന് സെറ്റിൽ ആവട്ടെ. ഇതിപ്പോൾ ന്യൂ മൂൺ, പിന്നെ ഇനി ഐ തിങ്ക് ഇനി 10-10 പോർട്ടൽ കൂടി വരും. ആ 10-10 സമയം കൂടി ഇനി കുറച്ച് ഐ തിങ്ക് ഈ കുറച്ച് ദിവസം ഇതിങ്ങനെ തന്നെയാണ് എനർജീസ്. ഓക്കെ, ലെറ്റ്സ് സീ. ലാസ്റ്റ് നമുക്ക് ഞാൻ ഏഞ്ചൽ ആൻസേഴ്സ് എടുത്തു വെച്ചു. ഇതിൽ എന്താ വരിക നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഗൈഡൻസ് എന്താ വരുന്നത്? പീസ്ഫുൾ റെസൊല്യൂഷൻ, ഡോണ്ട് സ്റ്റോപ്പ്, പെർഫെക്റ്റ് ടൈമിംഗ്, ടേക്ക് ആക്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. യെസ്, get more information, it's up to you. Okay, and ask your angels ഉണ്ട് ഇവിടെ. ഇത് സാരില്ല കേട്ടോ, അത് ഷഫ്ലിങ്ങിൻ്റെ ആണ്. നോ എന്നൊക്കെ വരുന്നത്, അത് പോട്ടെ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് നോ എന്നായിരിക്കും ഇവിടെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം ബാക്കിയെല്ലാം നമുക്ക് പോസിറ്റീവ് കാർഡ്സ് ആണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ദാറ്റ് പേഴ്സൺ വേറെ ആരെങ്കിലും ഉണ്ടോ അവരുടെ ലൈഫിൽ,
അവർക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നോ ആണ്. ഓക്കെ, ഇവിടെ കാരണം നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ റെസൊല്യൂഷനാണ് നമുക്ക് ആദ്യം തന്നെ വന്നത്. നേരത്തെ തന്നെ ലവേഴ്സ് എനർജിയും ലൈക്ക് സോൾമേറ്റ് എനർജി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ റെസൊല്യൂഷൻ പോസിബിൾ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. പക്ഷെ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, പരസ്പരം കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഇല്ലാതെ. പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനിവിടെ ഡോണ്ട് സ്റ്റോപ്പ് എന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പ് വിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് വിട്ടു പോവില്ല. നിങ്ങളായിട്ട് മാറിപ്പോകണോ എന്നൊക്കെ നിങ്ങൾ മാറിപ്പോകണോ എന്നാണെങ്കിലും നോ ആണ് ഇവിടെ. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്തോ എന്നാണെങ്കിൽ നോ ആണ്. ഓക്കെ, എല്ലാത്തിനും ഇവിടെ നോ തന്നെയാണ്. അതേ മീൻസ് നിങ്ങൾ ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നോ ആവില്ല. ബിക്കോസ് അത്രയും പോസിറ്റീവ് കാർഡ്സ് ആണ് ഇവിടെ. ഓക്കെ, സോ ഒരിക്കലും അത് നോ ആവില്ല. നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് കൂടി പറയണ്ടേ, ഇല്ല അത് ശരിയല്ലല്ലോ. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ് എന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ശരിയാവും. അതിനൊരു പെർഫെക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ, നിങ്ങൾ പക്ഷേ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചേസ് ചെയ്യും വേണ്ട, ഒന്നും അധികം ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാം. ചേസിങ്ങിന് നിൽക്കണ്ട, ഒരുപാട് അവരെ പിന്നാലെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഓക്കെ, ഒന്ന് മാറി നിൽക്കുക തൽക്കാലം. ആൻഡ് ടേക്ക് ആക്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും. ഓക്കെ, നമ്മൾ ഈ സോർട്സ് നേരത്തെ കണ്ടു. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടി വന്നാലും സമാധാനമായിട്ട് ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ആൻഡ് ഇവിടെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇൻഫർമേഷൻ വേണമെങ്കിൽ, അതാണ് സ്റ്റോക്കിങ്ങിൻ്റെ ഒക്കെ കണ്ട നേരത്തെ അല്ലേ. മേ ബി നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, ഇൻഫർമേഷൻ കിട്ടാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവരും ആക്ച്വലി നിങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അവർക്കായിരിക്കാം ചിലപ്പോൾ ട്രസ്റ്റ് ഇല്ലാത്ത, നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ അവർ ട്രസ്റ്റ് ഇല്ലാത്ത, രണ്ടും ആവാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ ബെറ്റർ ആവും. ബട്ട് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ലേശം ഒന്ന് അവനവനെ ഒന്നും ലൈക്ക് എന്താ പറയുക, ഒരു സമാധാനമായിട്ടൊക്കെ വെക്കാം. ഓക്കെ, ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ചേസ് ചെയ്യാൻ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ പോകും, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓക്കെ, അതിനനുസരിച്ച് മേ ബി ഈ ടൈമിങ്ങിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നു അതിനനുസരിച്ച് അത്രയും വേഗം അവർ വരുമെന്ന് പറയാം. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസിനോട് ഞാൻ എടുത്തുതരാം നിങ്ങൾക്ക്. ഓക്കെ, ജസ്റ്റ് ഒരു കൺഫർമേഷൻ നമ്മുടെ ഈ പോസിറ്റീവായിട്ട് തന്നെയല്ലേ എന്നുള്ളത് ഏഞ്ചൽസിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കാം, ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. നിങ്ങൾ ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻലി ഇവിടെ എനിക്ക് തോന്നുന്നത്. റീകൺസിലിയേഷൻ, പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഡിസേർവ് ലവ്, ന്യൂ ലവ് ചിലവർക്ക്. ഓക്കെ, ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഇവിടെ ചിലവർക്ക് ന്യൂ ലവ് എന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ലവ് വരുമെന്ന് എനിക്ക് തോന്നുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു പുതിയ ഫീലിംഗ് വരുമെന്ന് പറയാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു ഫീലിംഗിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, ആൻഡ് റീകൺസിലേഷൻ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ ഉണ്ട്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. ഓക്കെ, അതുകൊണ്ട് സോൾമേറ്റ് കണക്ഷൻ, ലവേഴ്സ് കാർഡ് എല്ലാം നമ്മൾ കണ്ടു. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് അത് അത്രയും നിങ്ങൾക്ക് ആ ഡീപ്പ് ഫീലിങ്സ് തോന്നുന്നത്. ആൻഡ് യു ഡിസേർവ് ലവ് എന്നുണ്ട്. ഇത് നിങ്ങളൊരിക്കലും ആൻഡ് യെസ് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ചില തോട്ട്സ് നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ദാറ്റ് ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അതിന് വർത്തിയാണോ, നിങ്ങൾ അവനവനെ ചെറുതായിട്ട് കാണാം എന്ന് പറയില്ലേ, ആ രീതിക്ക് അത് നിങ്ങളുടെ മനസ്സിലെ തോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, പിന്നെ എവിടേക്കോ ഇത് നിങ്ങളുടെ ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, അത് വന്നാൽ മാത്രമേ ആ പേഴ്സൺ കൂടി നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ വരുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ആൻഡ് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ഉണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ മാപ്പ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കാം. ഓക്കെ, സോ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബട്ട് എടുത്തു ചാടി പിന്നാലെ പോയി അങ്ങനെ ഇപ്പം തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിൽക്കണ്ട. ഒരു എനർജീസ് ലേശം അപ്പ് ആൻഡ് ഡൗൺ തന്നെയാണ്. സോ കുറച്ചൊന്ന് സമാധാനപരമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക, ഇത്തിരി സ്പേസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളും സ്പേസ് എടുക്കുക, നിങ്ങളും ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അല്ലാണ്ട് പേഴ്സൺ വന്നില്ല അയ്യോ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഓക്കെ, കുറച്ചൊന്ന് സമാധാനമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. പേഴ്സണിന് 1-2 ദിവസം സമയം കൊടുക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, കൂടുതൽ അങ്ങോട്ട് ചോദിച്ച് പോയിട്ട് ഇറിറ്റേറ്റ് ആവണ്ട. ഓക്കെ, സോ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് റീഡിങ് കിട്ടിയത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് കണ്ടിട്ടാണ് വളരെ ലൈക്ക് ഒരു രസമായിട്ട് തോന്നിയത്. അത് നമ്മൾ പറയില്ലേ ദേഷ്യത്തിലുള്ള ഫൈറ്റിംഗ് എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഫീലിംഗ് ആയിരുന്നു എനിക്ക്. സോ എന്തായാലും ആ സ്നേഹമുണ്ട്, അവിടെ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവുമെന്ന് കാണുന്നുണ്ട്. സോ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.